കല്ലൂസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബ്ലോക്കിൻ്റെ ഇടയിലൂടെ ഈ രാത്രി ഇതെങ്ങോട്ടാണ് ഇവൾ പോകുന്നത് എന്നല്ലേ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം കോട്ടയത്ത് കോട്ടയംകാർക്ക് മാത്രമായിട്ട് നമ്മുടെ ലുലു മാൾ ഓപ്പൺ ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണൂല്ലേ. നമ്മുടെ കോട്ടയത്ത് ലുലു മാൾ വന്നിട്ട് കാണാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ പിന്നെ ഇന്നത്തെ യാത്ര നമ്മൾ ലുലു മാളിലേക്ക് തന്നെയാണെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്, എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് നേരെ വെച്ച് പിടിച്ചത് നമ്മുടെ കോട്ടയത്തേക്കായിരുന്നു കേട്ടോ. ലുലു മാളിലെത്തി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കേട്ടതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിങ്ങിന് സ്ഥലം കിട്ടുമെന്ന് വരെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ലുലു മാളിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ അതിമനോഹരമായിരുന്നു കേട്ടോ. കല്ലൂസ് എന്തിനും റെഡി ആയിട്ടാട്ടോ വന്നേക്കുന്നത്. കല്ലൂസ് എന്തൊക്കെയോ ലക്ഷ്യങ്ങളായിട്ടാണ് ലുലു മാളിലേക്ക് വന്നേക്കണേ. അങ്ങനെ കല്ലൂസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ ഞങ്ങളിതേ ലുലു മാളിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും എല്ലാവരും പറഞ്ഞതുപോലെ അത്രയും തിക്കും തിരക്കും ഞാൻ കണ്ടില്ല കേട്ടോ. അത്യാവശ്യം ആളുകൾ പുറത്തും അകത്തും ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ പേര് ഇങ്ങനെ വന്ന് നിന്നുമൊക്കെ ആയിട്ട്. അന്ന് ഉദ്ഘാടന ദിവസത്തെ പ്രോഗ്രാംസാണ് കേട്ടോ നമ്മുടെ വീഡിയോ വാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ഒരു ക്രിസ്മസ് പാപ്പ ദേ എല്ലാവരെയും വരവേൽക്കാനായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. വരുന്നവർക്കെല്ലാം ഷേക്ക് ഹാൻഡ് കൊടുത്തും വരുന്നവരുടെ എല്ലാം കൂടെ നിന്ന് ഫോട്ടോ എടുത്തുമൊക്കെ പാപ്പ നല്ല ഹാപ്പി ആയിരുന്നു. കല്ലൂസും ദേ ഇച്ചായനും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നിന്ന് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ദേ അടിപൊളി മ്യൂസിക്കുകൾ അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മ്യൂസിക്കുകളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി. ആകെ 2 ഫ്ലോറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഞങ്ങൾ കയറി. ആ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഞാൻ കുറേ നേരം ആ മ്യൂസിക് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കുറേ നേരം നിന്ന് നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ട്, പക്ഷേ നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ മ്യൂസിക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാതെ. നല്ല മനോഹരമായിട്ടാണ് അവർ മ്യൂസിക് വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ കണ്ടത് ഫാഷൻ സ്റ്റോറാണ്. അതുപോലെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ കുറേ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ കയറിയത് ഫാഷൻ സ്റ്റോറിലേക്കാണ് കേട്ടോ. ലുലുവിൻ്റെ തന്നെ ഫാഷൻ സ്റ്റോറാണിത്. അങ്ങോട്ട് കയറി കുറേ സെലക്ഷൻ ഉണ്ട്. അതുപോലെ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഫാഷൻ സ്റ്റോറിലോട്ട് കിടക്കുന്ന ഈ ഫാഷൻ സ്റ്റോറിലൂടെ അവിടെ നീളം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓടി നടന്നു കേട്ടോ. കാരണം നല്ല വിലയുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ വില കാണുമല്ലോ. അങ്ങനെ ഇച്ചായൻ എന്നോട് ഈ ഒരു ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞത്, എന്നിട്ട് എന്തിനാ കൊല്ലുന്ന വിലയ്ക്ക് മേടിക്കാനാണോ എന്നൊരു മറുപടി ഞാൻ തിരിഞ്ഞ് നടന്നതേ ഉള്ളൂ കേട്ടോ. ടോയ്സിൻ്റെ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയതേ ഇല്ല. കാരണം ഞങ്ങളുടെ കൂടെ കല്ലൂസാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു വശത്തേക്കേ ഞങ്ങൾ പോയില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഐറ്റംസൊക്കെ സെലക്ട് ചെയ്തു. അതുപോലെ കല്ലൂസിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. കുറച്ച് ഓഫേഴ്സൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. അങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ച് പോയതല്ല, എങ്കിലും 1-2 ടീഷർട്ടൊക്കെ ഒക്കെ എടുത്തു. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അവൾക്ക് കൊടുത്ത ടീഷർട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിന് വരുന്നത് 299 രൂപയായിരുന്നു കേട്ടോ അതിന് വരുന്നത്. അങ്ങനെ കല്ലൂസും കുറേ സെലക്ട് ചെയ്തു. ഞാനിങ്ങനെ കൈ കെട്ടി നടക്കുന്നത് എൻ്റെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാറിപ്പറന്ന് പോകുന്നത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങും പോകാതെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ നേരെ ബില്ലടിക്കാൻ പോയി നിന്നു. ബില്ലടിക്കാൻ മാത്രമാണ് കേട്ടോ കുറച്ച് റിസ്ക് തോന്നിയത്. അവിടുന്ന് നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കണ്ടുപോയത്. ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. നമ്മുടെ ഏറ്റവും മെയിൻ സാധനം ഫുഡ് ആയതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഇരിക്കുന്നിടത്താട്ടോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. നമ്മളിത് ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് കുറേ ബോക്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ കണ്ണിൽ ആദ്യം പെട്ടത്. അതിൽ നിന്ന് ഒരു ബോക്സ് ഞാൻ എടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നടന്ന് ഞാനും കല്ലൂസും ചായനും കൂടെ കുറേ ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു പ്രദേശത്താണ് ഞങ്ങൾ കൂടുതലും ഒന്ന് വലം വെച്ചത്. അങ്ങനെ കണ്ടിട്ട് ഐറ്റംസൊക്കെ വാരി കൂട്ടി ഞങ്ങൾ ഇത് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. കോട്ടയത്ത് വന്നപ്പോൾ നമ്മുടെ കോട്ടയം ഓക്സിജൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നു. എന്നാൽ ഇവിടെ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് നിങ്ങളുടെ ചോദ്യം, ഇവക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ളൊരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളവിടെ ഇറങ്ങിയില്ല. കോട്ടയത്ത് ഒന്നും കൂടെ വലം വെച്ച് നേരെ വീട്ടിലേക്ക്. പാതിരായി, ഇനിയെങ്കിലും കുടുംബത്തെ കയറണ്ടേ അല്ലേ.